ഒരു വാക്കുപോലും പറയാതെ ഒരാൾക്ക് ദൈവത്തെ നൽകാൻ ഒരു ആശീർവാദത്തിന് കഴിയുമെന്ന് വ്യക്തമാക്കുകയാണ് സുവിശേഷ പ്രഘോഷകനായ ജോസഫ് ദാസൻ. ഫേസ്ബുക്കിൽ കുറിച്ച അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്യമതസ്ഥനായ എൻ്റെ ഒരു സ്നേഹിതൻ വളരെ വിഷണ്ണനായി കണ്ടു. അവൻ എന്നോട് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. നേരെ നിൽക്കാൻ ആവതില്ലാത്ത ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയോ? നിനക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകാം എന്ന് ഞാൻ പറഞ്ഞു. അടുത്തുള്ള IMS ധ്യാനഭവനിലെ പ്രശാന്ത് അച്ഛൻ്റെ അടുത്താണ് ഞാൻ അവനെ കൊണ്ടുപോയത്. അന്യമതസ്ഥനായ ഒരു ചെറുപ്പക്കാരനോട് ഹൃദ്യമായി ഇടപെടുന്ന അച്ഛൻ്റെ രീതി എന്നെ അതിശയിപ്പിച്ചു. അവൻ ആവശ്യപ്പെട്ടപ്പോൾ അച്ഛൻ അവൻ്റെ കൈപ്പത്തിയുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അവനൊന്ന് ഞെട്ടുന്നത് കണ്ടു. പ്രസാദമുള്ള മുഖത്തോടെ പുറത്തു വന്ന അവൻ എന്നോട് ചോദിച്ചു, അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ സമാധാനം നൽകുന്ന ഒരു ശക്തി പ്രവേശിച്ചല്ലോ, അതെന്താണ്? പണ്ട് ഡിവൈനിൽ വന്ന് പ്രസംഗിച്ച ജോനാഥൻ അൻസാരി എന്ന ആംഗ്ലിക്കൻ മെത്രാനെക്കുറിച്ച് എത്ര പേർ ഓർമ്മിക്കും എന്നറിയില്ല. പാകിസ്ഥാൻകാരനായ അദ്ദേഹം ക്രിസ്തുവിനെ സ്വീകരിച്ച ശേഷം മെത്രാൻ വരെ ആയിത്തീർന്നു. യൂറോപ്പിലെ ഒരു ദേവാലയത്തിൽ അദ്ദേഹം വൈദികനായിരിക്കുമ്പോൾ സ്ഥലത്തെ ഒരു പബ്ബിലെ വഴക്കാളിയായ ഒരു സംഘം ചെറുപ്പക്കാരെ കാണാനിടയായി. മേടയിൽ ചെന്ന അദ്ദേഹം 40 ദിവസം ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. അതിനുശേഷം നേരെ പബ്ബിലേക്ക് കടന്നു ചെന്നു. ഒരു പ്രകോപനമില്ലാതെ ഓരോ തല്ലുകൊള്ളിയെയും കെട്ടിപ്പിടിച്ച് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ശേഷം അവിടുന്ന് മടങ്ങി. അടുത്ത ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ അൾത്താരയിലെത്തി ജനത്തെ നോക്കുമ്പോൾ ദേവാലയത്തിൻ്റെ ഏറ്റവും പിന്നിൽ ശിരസ് താഴ്ത്തി നിരന്നു നിൽക്കുന്ന ഒരു സംഘം ചെറുപ്പക്കാർ. അച്ഛൻ്റെ ആ പ്രാർത്ഥന അവരെ മാറ്റിമറിച്ചു. ഉത്തരേന്ത്യയിൽ കാണാറുള്ളൊരു കാഴ്ചയാണ്. വഴിയരികിലോ വീട്ടുപടിക്കലോ എത്തുന്ന ഒരു സുവിശേഷ പ്രഘോഷകൻ തന്നെ ശ്രദ്ധിക്കുന്ന ആളോട് ഒരു ചോദ്യം ചോദിക്കും, ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ആ വ്യക്തി സമ്മതിക്കുമ്പോൾ അല്പസമയം ദൈവം അനുഗ്രഹിക്കാനായി പ്രാർത്ഥിച്ച ശേഷം സുവിശേഷകൻ അടുത്ത ആളിലേക്ക് നീങ്ങും. ചിലപ്പോൾ പ്രാർത്ഥന സ്വീകരിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ പുറകെ കൂടും. നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കെന്തോ സംഭവിച്ചല്ലോ, എൻ്റെ വിഷമങ്ങൾ അസ്തമിച്ചിരിക്കുന്നു, ഒരു സന്തോഷം നിറഞ്ഞതുപോലെ. ഉത്തരേന്ത്യയിൽ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ധാരാളം പേർ ഒരു കൗതുകം കൊണ്ട് മാത്രം പ്രാർത്ഥിക്കാൻ നിന്നുകൊടുത്തവരായിരുന്നു. ഇത്തരം പ്രാർത്ഥനകളിൽ ഒരു പൊതുതത്വം, പ്രാർത്ഥന സ്വീകരിക്കുന്നവർ അപ്പോൾ മാനസാന്തര അനുഭവത്തിൽ ആയിരിക്കണമെന്നില്ല എന്നതാണ്. ശുശ്രൂഷകൻ്റെ മേൽ പ്രവർത്തിക്കുന്ന വാക്കുകളേക്കാൾ ഉപരിയായ ദൈവശക്തി അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയായിരുന്നു. തിരക്ക് പിടിച്ച ആധുനിക ലോകത്തിൽ ഇതുപോലുള്ള കുഞ്ഞു പ്രാർത്ഥനകൾ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമായി മാറാൻ പോവുകയാണ്. ഒരു വാക്കുപോലും പറയാതെ ഒരാൾക്ക് ദൈവത്തെ നൽകാൻ ഇത്തരം പ്രാർത്ഥനകൾക്ക് കഴിയും. നമ്മുടെ വൈദികരും ശുശ്രൂഷകരും ആത്മശക്തിയാൽ നിറയാനും പാപത്തിൽ ജീവിക്കുന്ന അനേകർ അവരുടെ പക്കൽ ദൈവിക ശക്തിയാൽ ആനയിക്കപ്പെടാനും ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ഒരു അനുഭവമാകാനും നമ്മൾ ശക്തിയോടെ പ്രാർത്ഥിക്കേണ്ട സമയം എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ പ്രാർത്ഥിക്കുന്നവർക്ക് അതിനുള്ള അധികാരം മാത്രം പോരാ, ശക്തിയും പ്രാപിക്കേണ്ടിയിരിക്കുന്നു. അതാകട്ടെ അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തെയും നമ്മൾ അവർക്ക് വേണ്ടി നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്.